ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ എയുടെ ഇമ്പോർട്ടന്റ് ആയ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. വൈറ്റമിൻ എ എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെയൊക്കെ മൈൻഡിൽ ഓടിയെത്തുന്ന ഒരു ഫുഡ് സോഴ്സ് ആണ് ക്യാരറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പോപ്പുലർ ബിലീഫാണ്, അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഈ വൈറ്റമിൻ എ അടങ്ങിയ ക്യാരറ്റ് അധികം കഴിക്കുന്നതിലൂടെ നമുക്ക് രാത്രി കാഴ്ച സാധ്യമാകുമെന്നുള്ളത്. അത്തരത്തിലൊരു സൂപ്പർ പവർ നമുക്ക് ലഭിക്കുമെന്നുള്ളത്. ശരിക്കും ഇതൊരു ഫാക്റ്റ് ആണോ അതോ വെറും മിത്ത് മാത്രമാണോ? ക്യാരറ്റ് അധികം കഴിക്കുന്നതിലൂടെ രാത്രി കാഴ്ച സാധ്യമാക്കാം എന്ന് പറയുന്നത് ഒരു മിത്ത് മാത്രമാണ്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു മെയിൻ ന്യൂട്രിയന്റ് ആണ് ബീറ്റാ കരോട്ടിൻ. ഈ ബീറ്റാ കരോട്ടിൻ ആണ് ക്യാരറ്റിന് ക്യാരക്ടറിസ്റ്റിക് ഓറഞ്ച് നിറം നൽകുന്നത്. ക്യാരറ്റിലെ ഈ ബീറ്റാ കരോട്ടിനെയാണ് ബോഡി പിന്നീട് വൈറ്റമിൻ എ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? സൂപ്പർ പവറിനെ പറ്റി. ക്യാരറ്റ് അധികം കഴിക്കുന്നതിലൂടെ നൈറ്റ് വിഷൻ സാധ്യമാകുമോ? അതുപോലെ നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ക്യാരറ്റ് അധികം കഴിച്ചാൽ ഈ കണ്ണടയുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ, കണ്ണടയുടെ ആശ്രയമില്ലാതെ നിങ്ങൾക്ക് കാഴ്ച സാധ്യമാകുമോ? ഇത് ഒരു മിത്താണ്, ബട്ട് കംപ്ലീറ്റ് മിത്താണെന്ന് പറയാൻ സാധിക്കില്ല, സെമി മിത്താണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇതിന് കാരണം കൂരിരുട്ടിൽ നമുക്ക് കാഴ്ച സാധ്യമാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഡിം ലൈറ്റ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ പ്രകാശം തീരെ കുറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് മുന്നിലെ വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിയാൻ പാകത്തിന് നമുക്ക് കാഴ്ച സാധ്യമാകും. അത് മാത്രമല്ല, ഇത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് കൂടാതെ വൈറ്റമിൻ എയുടെ മറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് WBC, അതായത് ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കൂട്ടും. എൻഡോത്തീലിയൽ സെൽസ് അഥവാ ശരീരത്തിന്റെ ഉള്ളിലെ സർഫസിൽ കാണുന്ന സെല്ലുകളുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യും. സെൽ റിപ്രൊഡക്ഷന് വേണ്ടി സെല്ലിന്റെ ഗ്രോത്തിനെയും ഡിവിഷനെയും പ്രൊമോട്ട് ചെയ്യും. വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് രണ്ട് ഫോമായിട്ടാണ്. ഒന്ന് പ്രീ ഫോംഡ് വൈറ്റമിൻ എ, അതായത് റെറ്റിനോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രോ വിറ്റമിൻ കരോട്ടിനോയിഡ്സ്, അതാണ് ഈ ബീറ്റാ കരോട്ടിൻ അതുപോലെ ആൽഫ കരോട്ടീൻ. ഈ കരോട്ടീൻസ് ആണ് പിന്നീട് റെറ്റിനോളായി അഥവാ വൈറ്റമിൻ എ ആയിട്ട് ശരീരത്തിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഈ പ്രീ ഫോംഡ് വിറ്റമിൻസ്, അതായത് റെറ്റിനോളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മൾ അനിമൽ പ്രോഡക്റ്റ് കഴിക്കുമ്പോഴാണ്. അതുപോലെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് കഴിക്കുമ്പോഴും ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കില്ലേ, ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഈ പ്രീ ഫോംഡ് വൈറ്റമിൻ എ ആണ്. ഇനി രണ്ടാമതായി പറഞ്ഞ പ്രോ വിറ്റമിൻ എ കരോട്ടിനോയിഡ്സ് ഇല്ലേ, ബീറ്റാ കരോട്ടിൻ, ആൽഫ കരോട്ടിൻ, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് സസ്യാഹാരങ്ങളിൽ നിന്നാണ്, പ്ലാൻ ഫുഡ് സോഴ്സിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ കരോട്ടിനോയിഡ്സ് ആണ് പിന്നീട് ശരീരത്തിൽ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബട്ട് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യാത്ത ചില കരോട്ടിനോയിഡ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ലൈക്കോപ്പീൻ, ലൂട്ടീൻ, സീസാന്തിൻ തുടങ്ങിയവ. ഇവ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല എങ്കിലും ശരീരത്തിന്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങളിൽ ഇത് സഹായിക്കും. ഇനി വൈറ്റമിൻ എയുടെ RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് അഡൽട്ട് മെൻസിന് അത് 900 മൈക്രോഗ്രാം RAE ആണ്. RAE യൂണിറ്റ് ആണ് റെറ്റിനോൾ ആക്ടിവിറ്റി ഇക്വലൻസ്. നമ്മൾ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് ഇന്റർനാഷണൽ യൂണിറ്റ് IU എന്നാണ്. ബട്ട് വലിയ വലിയ കമ്പനീസ് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഈ RAE. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡൽട്ട് മെൻസിന് അത് 900 mcg മൈക്രോഗ്രാം RAE ആണെന്ന്. അതേസമയം അഡൽട്ട് ഫീമെയിൽസിന് 700 മൈക്രോഗ്രാം RAE ആണ്. ഇന്റർനാഷണൽ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ അഡൽട്ട് മെൻസിന് 3000 IU, അഡൽട്ട് ഫീമെയിൽസിന് ഇത് 2333 IU ആണ്. അപ്പർ ലിമിറ്റ്, അതായത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ എത്ര ലെവൽ വരെ വൈറ്റമിൻ എ എടുക്കാം, അത് 3000 mcg ആണ്. അതായത് നമ്മുടെ ഡെയിലി ഇൻടേക്കിന്റെ ഏകദേശം 3 മടങ്ങ്. അതിൽ കൂടാൻ പാടില്ല, 3000 mcg കൂടാൻ പാടില്ല. കൂടിയാൽ ടോക്സിസിറ്റി വരും. ഇനി വൈറ്റമിൻ എ ആൻഡ് ഹെൽത്ത്. ഒട്ടനവധി എവിഡൻസ് സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ എ റിച്ച് ആയ ഫുഡ്സ്, എസ്പെഷ്യലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാരകമായ ചില അസുഖങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. അതിൽ ചിലതാണ് ക്യാൻസർ, പർട്ടിക്കുലർലി ലങ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. 3 കാറ്റഗറി ആളുകളിൽ ഒരു ഒബ്സർവേഷണൽ സ്റ്റഡി നടത്തി. അതിലൊന്ന് പുകവലിക്കാത്തവർ, രണ്ടാമത്തേത് കറന്റ്ലി പുകവലിക്കാത്തവർ ബട്ട് മുന്നേ പുക വലിച്ചുകൊണ്ടിരുന്നവർ, മൂന്നാമത്തെ കാറ്റഗറി പുകവലിക്കുന്നവർ. ഇവർക്കെല്ലാം തന്നെ വൈറ്റമിൻ എ, കരോട്ടിനോയിഡ്സ് അടങ്ങിയ ഫുഡ് വലിയ തോതിൽ കൊടുക്കുകയുണ്ടായി. ഈ ഒബ്സർവേഷണൽ സ്റ്റഡിയിലൂടെ അവർ കണ്ടെത്തിയത് ഇവർക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ റിസ്ക് കുറഞ്ഞതായാണ്. മറ്റു 3 ക്ലിനിക്കൽ ട്രയൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വൈറ്റമിൻ എ അല്ലെങ്കിൽ കരോട്ടിനോയിഡ്സ് ഇതിന്റെ സപ്ലിമെന്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ സപ്ലിമെന്റ്സ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലങ് ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കില്ല, പ്രിവെന്റ് ചെയ്യാനും സാധിക്കില്ല. ഇൻഫാക്ട് ഈ 3 ക്ലിനിക്കൽ സ്റ്റഡിയിൽ 2 എണ്ണം എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന്റെയൊക്കെ സപ്ലിമെന്റ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ, അതായത് വൈറ്റമിൻ എ അല്ലെങ്കിൽ കരോട്ടിനോയിഡ്സ് ഇതിന്റെയൊക്കെ സപ്ലിമെന്റ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ഇത് നെഗറ്റീവായി ബാധിക്കും. അതായത് നിങ്ങൾക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ സാധ്യത കൂടുമെന്നാണ് US പ്രിവെന്റീവ് സർവീസ് ടാസ്ക് ഫോഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. ക്യാൻസർ തടയുന്നതിന് വേണ്ടി ബീറ്റാ കരോട്ടിന്റെ സപ്ലിമെന്റ്സ് എടുക്കരുത് എന്നാണ്.
ഇനി പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയാണ്. അതിനു മുൻപേ നമുക്ക് ലൈക്കോപീൻ എന്ന ഒരു കരോട്ടിനോയിഡിനെ പറ്റി സംസാരിക്കാം. ഈ ലൈക്കോപീൻ ആണ് ടൊമാറ്റോ, ഗ്രേപ്സ് ഇതിനൊക്കെ അതിന്റെ കളർ കൊടുക്കുന്നത്. ലൈക്കോപീന് ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ പ്രിവെൻഷന് സഹായിക്കും. ഈ ലൈക്കോപീൻ റിച്ച് ആയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ച ചില ആളുകളിൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കുറഞ്ഞതായി കണ്ടെത്തി. ബട്ട് അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലൈക്കോപീൻ റിച്ച് ആയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ മറ്റ് ചില ആന്റി ക്യാൻസറസ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസും അടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്കോപീൻ ആണ് ഈ ആന്റി ക്യാൻസറസ് എഫക്ട് കൊണ്ടുവന്നത് എന്ന് എടുത്തു പറയാൻ സാധിക്കുന്നില്ല ചില സ്റ്റഡികൾക്ക്. ഇനി കോഗ്നിഷൻ, മെമ്മറി, ലേണിംഗ്, അറ്റൻഷൻ ഇതിനൊക്കെ വൈറ്റമിൻ എയുടെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് നോക്കാം. രക്തത്തിൽ ആൽഫ കരോട്ടീന്റെ അധിക അളവ് നമുക്ക് ബെറ്ററായ ഓർമ്മശക്തിയും ലേണിംഗ് കപ്പാസിറ്റിയും കൊണ്ടെത്തിക്കും. അടുത്തതായി പ്രായാധിക്യം മൂലം നമ്മുടെ കണ്ണുകളെ സാരമായി ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ AMD എന്ന് പറയുന്നത്, അതായത് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. ഈ AMDയിൽ നമ്മുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു നേത്രത്തിലെ ഇമ്പോർട്ടന്റ് പാർട്ടായ റെറ്റിനയിലെ സെല്ലുകളാണ് ഡാമേജ് ആകുന്നത്. ലൂട്ടീൻ, സീസാന്തിൻ എന്ന 2 കരോട്ടിനോയിഡ്സ് ആണ് നമ്മുടെ റെറ്റിനയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് AMD പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ഈ 2 കരോട്ടിനോയിഡ്സ് അടങ്ങിയ ഫുഡ് സോഴ്സ് കഴിക്കുന്നതിലൂടെ. നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലും ഈ ബീറ്റ കരോട്ടീൻ, ലൂട്ടീൻ, സീസാന്തിൻ, ലൈക്കോപീൻ തുടങ്ങിയ കരോട്ടിനോയിഡ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, എക്സാമ്പിൾ സ്പിനച്ച്, ബ്രോക്കോളി, ഓറഞ്ച്, യെല്ലോ വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ടൊമാറ്റോ, മാംഗോ, ബീഫ് ലിവർ, എഗ് ആൻഡ് മിൽക്ക്, ഫിഷ് ഓയിൽ എറ്റ്സെട്ര ഇതൊക്കെയാണ് ആ ഫുഡ് സോഴ്സസ്. സയൻസ് ഓഫ് ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി. നമ്മൾ പറഞ്ഞു ഡെയിലി ഇൻടേക്ക് ഓഫ് വൈറ്റമിൻ എ. അതിൽ താഴെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകും, വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഒരു അപ്പർ ലിമിറ്റ് പറഞ്ഞില്ലേ 3000 mcg, അതിൽ കൂടുതലായാൽ ടോക്സിസിറ്റി ഉണ്ടാകും. ആദ്യം നമുക്ക് ഡെഫിഷ്യൻസിയെ പറ്റി സംസാരിക്കാം. നിങ്ങൾ ശരിയായ അളവിൽ വൈറ്റമിൻ എ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ എടുത്താലും നിങ്ങൾക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഇതിന് കാരണം ചില ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ആണ്, ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ചില ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസ്, മറ്റു രോഗങ്ങളായ ആൽക്കഹോളിസം, ലിവർ സിറോസിസ് തുടങ്ങിയവ. ഈ രോഗങ്ങളുള്ള അവസ്ഥയിൽ നിങ്ങൾ വൈറ്റമിൻ എയുടെ ഫുഡ് സോഴ്സ് അധികം എടുത്താലും വൈറ്റമിൻ എ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല പ്രോപ്പറായിട്ട്. മൈൽഡ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണെങ്കിൽ നിങ്ങൾക്ക് വന്ധ്യതയ്ക്ക് കാരണമായേക്കാം. അതുപോലെ നിങ്ങൾ എപ്പോഴും ക്ഷീണിതനായിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള ചാൻസും ഉണ്ടാകും. ഇനി സീരിയസ് ആയ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഉണ്ടാകുന്ന ചില സിംറ്റംസ്, ചില ലക്ഷണങ്ങൾ പറയാം. സീറോഫ്താൽമിയ, അതായത് കണ്ണ് ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥ, ഇത് ഗ്രാജുവലി അന്ധതയിലേക്ക് കൊണ്ടെത്തിക്കും. നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ. ഇറഗുലർ പാച്ചസ് ഓൺ വൈറ്റ് ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിന്റെ വൈറ്റ് പോർഷനിൽ ചില പാച്ച് രൂപത്തിൽ ചില അടയാളങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ സ്കിന്നും ഹെയറും ഡ്രൈ ആയിരിക്കും. ഇനി ടോക്സിസിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ അധികമായ അളവിലെടുത്താൽ, അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായ അളവിലെടുത്താൽ നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാകും. ഇത് നമുക്ക് ബോൺ ലോസ് ഉണ്ടാക്കും, അതായത് നമ്മുടെ ബോണിന് തേയ്മാനം ഉണ്ടാക്കും, ഹിപ്പ് ഫ്രാക്ചർ ഉണ്ടാക്കും, നമ്മുടെ ഇടുപ്പെല്ലിന് ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോസിയ ആൻഡ് വോമിറ്റിംഗ്, അതായത് നമുക്ക് ഛർദ്ദിക്കാനുള്ള ഒരു തോന്നലും ഛർദിലും ഉണ്ടാകാം. എല്ലുകളിൽ വേദന ഉണ്ടാകാം. വിഷൻ ബ്ലറായിരിക്കും, കാരണം നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ അത് ബ്ലറായി തോന്നും, അതായത് നല്ല മങ്ങിയ രീതിയിലേ കാണാൻ സാധിക്കുകയുള്ളൂ. സ്കിന്ന് ഡ്രൈ ആയിരിക്കും. നമ്മൾ ബ്രൈറ്റ് ലൈറ്റിന് സെൻസിറ്റീവ് ആയിരിക്കും. ബ്രൈറ്റ് ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് വേറെ തലവേദന അതുപോലുള്ള പല ലക്ഷണങ്ങളും കണ്ടുവരും. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം, വൈറ്റമിനെ അധികമായ അളവിൽ എടുത്താൽ നമുക്ക് വൈറ്റമിൻ ഡിക്ക് എതിരെ ഇത് നെഗറ്റീവായി പ്രവർത്തിക്കും. വൈറ്റമിൻ ഡിയുടെ പ്രോപ്പർ ആഗിരണം നടക്കില്ല. ഈ പറഞ്ഞ ടോക്സിസിറ്റി ലെവൽ വൈറ്റമിൻ എ, അതായത് പ്രീ ഫോംഡ് വൈറ്റമിൻ എയുടെ കേസിൽ മാത്രമാണ്. ബട്ട് ബീറ്റ കരോട്ടിന്റെ കേസിൽ നമ്മൾ അധികമായ അളവിൽ എടുത്താലും ടോക്സിസിറ്റി ലെവലിലേക്ക് പോകില്ല. കാരണം നമ്മുടെ ശരീരത്തിന് എപ്പോഴാണോ വൈറ്റമിൻ എയുടെ ആവശ്യകത വരുന്നത് ആ സമയത്ത് മാത്രം ശരീരത്തിലുള്ള ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ബീറ്റ കരോട്ടിൻ എത്രത്തോളം എടുത്താലും അത് ടോക്സിസിറ്റി ലെവലിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മൾട്ടി വിറ്റമിൻ സപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവെയർ ആയിരിക്കണം, ബോധവാന്മാരായിരിക്കണം. അതിന്റെ ലേബൽ നോക്കണം, വൈറ്റമിൻ എ ഏത് ഫോമിലാണെന്ന്. പ്രീ ഫോംഡ് വൈറ്റമിൻ എ ഫോമിൽ, റെറ്റിനോൾ ഫോമിലൊക്കെ ആണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബട്ട് ബീറ്റ കരോട്ടിൻ ഫോമിലാണെങ്കിൽ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ മനുഷ്യർ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഈ കോഡ് ലിവർ ഓയിൽ. അവർ ഇത് എടുക്കുന്ന സമയത്ത് അവർ ബോധവാന്മാരായിരിക്കില്ല അതിൽ വൈറ്റമിൻ എയുടെ അളവ് ഡെയിലി ഇൻടേക്കിനേക്കാളും വളരെ വലുതാണെന്ന്. അതായത് വൈറ്റമിൻ എ നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം ആവശ്യമുണ്ടോ അതിന്റെ 192% വൈറ്റമിൻ എ ഈ കോഡ് ലിവർ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ആയി എടുക്കുന്ന ഈ കോഡ് ലിവർ ഓയിലിലെ വൈറ്റമിൻ എയുടെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത്, 192% RDA. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കോഡ് ലിവർ ഓയിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ
മറ്റ് വൈറ്റമിൻ എ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ മറ്റ് സപ്ലിമെന്റ്സിൽ വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സോ ഞാനിപ്പോൾ പറഞ്ഞതൊന്നും ഒരു മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് ആരും എടുക്കരുത്. നിങ്ങൾക്ക് വൈറ്റമിൻ എന്റെ സപ്ലിമെന്റ്സ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ കണ്ട് നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് സർക്കിളിലോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.